ജനുവരി 26 ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾക്ക് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നതിനപ്പുറം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതുതലമുറയിലേക്ക് കൂടി ആ സന്ദേശം പകർന്നു നൽകാനുള്ള പരിശ്രമത്തിലാണ് ഓസ്ട്രേലിയൻ മലയാളികൾ. സുരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2025 ജനുവരി 26 ഭാരതം റിപ്പബ്ലിക്കായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാവുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓസ്ട്രേലിയയുടെ ദേശീയ ദിനമാണ് ജനുവരി 26, ഓസ്ട്രേലിയ ഡേ. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനവും ഓസ്ട്രേലിയയുടെ ദേശീയ ദിനവും ഒരുമിച്ചെത്തുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം. ആഘോഷങ്ങളുടെ ഭാഗമായി കൈരളി ബ്രിസ്ബെയിൻ സംഘടിപ്പിച്ച പ്രിസം 2025 ദേശസ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമായി. പ്രിസം 2025 കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഓസ്ട്രേലിയ ഡേ ആൻഡ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനാണ്. ഇത് രണ്ടും നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പലർക്കും പരിചയം ഉണ്ടാവില്ല. ജനുവരി 26 എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഡേ കൂടിയാണ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേന്റെ അതേ ദിവസം തന്നെ. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ദേശീയ ഗാനം ആലപിക്കാനായി 100-ൽ പരം കുട്ടികളാണ് ബ്രിസ്ബെയിനിൽ ഒത്തുചേർന്നത്. ഇരു രാജ്യങ്ങളുടെയും ദേശീയ ദിനങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചതിന്റെ ആവേശത്തിൽ കുട്ടിക്കൂട്ടം. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയും ഓസ്ട്രേലിയ ഡേയും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ക്യൂൻസ്ലൻഡ് പ്രീമിയർ ഡേവിഡ് ക്രിസഫുള്ളിയുടെ സഹായമന്ത്രി ഡോക്ടർ ക്രിസ്ത്യൻ റോവാൻ പരിപാടികൾക്ക് തിരികൊളുത്തി. ദേശസ്നേഹം അന്യം നിന്നു പോകുന്ന സമകാലിക ലോകത്ത് ഒരു മൺചെരാതെങ്കിലും തെളിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലായിരുന്നു പരിപാടിയുടെ സംഘാടകർ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലൻഡിൽ ബ്രിസ്ബെയിൻ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മാരകത്തിനരികിൽ നിന്നും ക്യാമറമാൻ ആൽവിൻ ജോസഫിനൊപ്പം സുരാജ് സെബാസ്റ്റ്യൻ, 24.